ഹലോ ഗീസ്, ബ്രോക്കച്ചിങ് പാക്കേജ് ആൻഡ് മൂവീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കാക്കനാടാണ്. കാക്കനാട് NGO ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റിൽ നിന്നാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. ഒരു 9 മണിയായപ്പോൾ ഫ്ലാറ്റിലെത്തിയായിരുന്നു. അപ്പോൾ കസ്റ്റമർ തന്നെ കുറച്ച് ബോക്സസൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആകാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് കുറച്ച് ബോക്സ് ഞങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 4-5 ബോക്സ് ഞങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പാക്ക് ചെയ്തെടുത്തു. അവിടെ സർവീസ് ഷിഫ്റ്റൊക്കെ ഉള്ള ഫ്ലാറ്റായിരുന്നു. ആ ഫ്ലാറ്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ പാക്ക് ചെയ്തെടുത്ത ഐറ്റംസും പിന്നെ ബാക്കിയുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്തു, ലിഫ്റ്റ് വഴി ലോഡ് ചെയ്തിട്ടുണ്ട്. ലോഡ് ചെയ്ത ഐറ്റംസ് വണ്ടിയിൽ കയറ്റി നമ്മളത് കെട്ടി ഇനി അതുകൊണ്ട് നമുക്ക് അൺലോഡ് ചെയ്യാൻ പോകണം. അൺലോഡ് ചെയ്യാൻ സ്ഥലം വരുന്നത് കാക്കനാട് തന്നെയാണ്. കാക്കനാട് എന്ന് പറഞ്ഞാൽ മാവേലിപുരത്ത് എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. മാവേലിപുരത്ത് ഇതേപോലെ തന്നെ ഫ്ലാറ്റ് തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഫുൾ പേയ്മെൻ്റ് ഒക്കെ തന്ന് ക്ലിയർ ചെയ്തു. കസ്റ്റമർ പറഞ്ഞു അവിടെ കൊണ്ട് ഇറക്കിയാൽ മതി, എന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ മിക്ക കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ, ഇത് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് നിങ്ങളൊരു വീഡിയോ എന്തെങ്കിലും ഇട്ട് തരണം എന്ന് പറയും. നമ്മളങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ആ കസ്റ്റമർ പറഞ്ഞ പ്രകാരം സാധനങ്ങളൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കസ്റ്റമർ വേറെ ഒന്നും ഉണ്ടല്ലോ, ഇവിടെ എന്തോ കുറച്ച് അടിച്ച് വൃത്തിയാക്കി കൊടുക്കണം. കാരണം ഇവിടുന്ന് റെൻ്റ് ചെയ്ത് പോവുകയാണല്ലോ, അപ്പോൾ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് നമ്മളോട് അങ്ങോട്ടേക്ക് വന്നാൽ അത്ര സമയം പുള്ളിക്ക് വേസ്റ്റ് ആവും. ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിക്കണം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വഴി ഇത്തിരി കൺജസ്റ്റഡ് ആയിരുന്നു. വലിയ വണ്ടിക്ക് വന്നാൽ കുറച്ച് പാടാണ്, അവിടെ ഇടാനും ലോഡ് ചെയ്യാനൊക്കെ പാടാണ്. അപ്പം കുറച്ച് ചെറുതായിരുന്നു. അപ്പം എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ടീം അത്യാവശ്യം നല്ല സ്കിൽഡ് ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് അവരത് വളച്ചെടുത്തുകൊണ്ട് പോയി. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വർക്ക് കസ്റ്റമർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.